നമസ്കാരം. പെട്ടെന്ന് നമുക്ക് എക്സിമ എന്നുള്ള ഒരു ചർമ്മരോഗത്തെ പറ്റി കുറച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കാം. സാധാരണയായിട്ട് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെയുള്ള പേരിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ആളുകൾ രോഗത്തിന് പ്രതിവിധി തേടിക്കൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗമാണ്. എക്സിമ എന്നത് ചർമ്മത്തിൽ പൊതുവെ വരണ്ടുണങ്ങി ചൊറിച്ചിലോട് കൂടിയിട്ട് അതുപോലെ തന്നെ തടിപ്പോട് കൂടിയിട്ട് ആകെ ചുവന്ന് തുടുത്തു വരുന്ന ഒരു രോഗമാണ് സാധാരണ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരു രോഗമല്ല, വളരെ കൂടുതൽ ഡയഗ്നോസോട് കൂടിയിട്ട് പല തരത്തിലുള്ള എക്സിമകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലർജിക് ഡെർമറ്റൈറ്റിസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു പദാർത്ഥത്തോട് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് സാധാരണമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ സോപ്പിൻ്റെ അലർജി, അതല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണങ്ങളുടെ അലർജി, അല്ലെങ്കിൽ ദേഹത്തിടുന്ന വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അലർജി, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥത്തോട്, വിഷങ്ങൾ, പലതരത്തിലുള്ള വിഷദ്രവ്യങ്ങളോടുള്ള അലർജി, കെമിക്കൽസിനോടുള്ള അലർജി, ഇത്തരത്തിൽ പലതരത്തിലുള്ള അലർജിയോട് കൂടിയിട്ട് ഈ പറഞ്ഞ സ്കിൻ ഡ്രൈ ആയി അതിന് മുകളിൽ ചുവന്ന് തുടുത്ത് തിണർപ്പോട് കൂടി വരുന്ന ഒരു അവസ്ഥ, അത് ഒരു ടൈപ്പ് ഓഫ് ഡെർമറ്റൈറ്റിസ് ആണ്. പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു സാധാരണ ആയിട്ടുള്ള ഒന്നാണ് സ്റ്റാറ്റിക് എക്സിമ എന്ന് പറയും. അതായത് കാലിൻ്റെ പാദങ്ങളിൽ അല്ലെങ്കിൽ അടിഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ചംക്രമണം വേണ്ട രീതിയിൽ നടക്കാതിനാൽ, അതായത് വേണ്ട രീതിയിൽ നടക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക എന്ന ജോലിയുടെ ഭാഗമായിട്ടിരിക്കുന്നത് കൊണ്ട് രക്തയോട്ടത്തിനും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യതിയാനങ്ങൾ മൂലം ആ ഭാഗത്ത് വെരിക്കോസ് വെയിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരികയും പിന്നീട് അത് ത്വക്കിലേക്ക് വന്ന് എക്സിമയായിട്ട് മാറുകയും ചൊറിച്ചിലും തടിപ്പും ഒക്കെയായി തിണർത്ത് വരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വെരിക്കോസ് എക്സിമ അല്ലെങ്കിൽ സ്റ്റാറ്റിക് എക്സിമ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ഇതുപോലെ തന്നെ സാധാരണയായിട്ട് ഒരു പ്രായപരിധി കഴിഞ്ഞു വരുന്ന ആളുകളിൽ ആസ്റ്റിയോറ്റോട്ടിക് എക്സിമ എന്ന രീതിയിൽ സാങ്കേതികമായൊക്കെ പറയുന്ന വരണ്ടുണങ്ങുന്ന ചർമ്മം ഒരു സാധാരണയായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റ് ലക്ഷണങ്ങളൊന്നും കാണില്ലെങ്കിലും തുടർച്ചയായ ചൊറിച്ചിൽ, അതുപോലെ തന്നെ നന്നായി വരണ്ടുണങ്ങുന്ന ചർമ്മം എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞു കാണുന്ന ആളുകളിൽ സാധാരണ വരുന്നതാണ്. ഇതൊരു രോഗമായി തന്നെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുകയും അതിനെ ചികിത്സ ആവശ്യമായി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂമുലാർ എക്സിമ അല്ലെങ്കിൽ ന്യൂറോഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന പല വിഭാഗത്തിലുള്ള എക്സിമകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണമായി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള രോഗമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെ കാലം നീണ്ടു നിൽക്കുകയും ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്ന് ആധുനിക സമ്പ്രദായത്തിലുള്ള വൈദ്യ സമ്പ്രദായം പറയുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പൊതുവിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ ആളുകൾ കണ്ടു തുടങ്ങുകയും പിന്നീട് കാലക്രമേണ ചിലപ്പോൾ അതൊരു പ്രായമാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 15 വയസ്സോ അല്ലെങ്കിൽ 16 വയസ്സോ 20 വയസ്സിനൊക്കെ അപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന അവസ്ഥ വളരെ കുറവാണെങ്കിലും ചില ആളുകളിൽ ഇത് തുടർന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാതെ നിൽക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ പ്രക്രിയയാണ്. അപ്പോൾ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു വളരെ ചെറിയ രീതിയിൽ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, മാസങ്ങൾ ഉള്ള കുട്ടികൾ തൊട്ടിട്ട് 1-2 വയസ്സ് മുതൽ അവരുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ എക്സിമയുടെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനായിട്ട് മാതാപിതാക്കളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന, കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു രോഗമായിട്ടത് മാറുകയും ചില അവസരങ്ങളിൽ ഇത് വളരെ ബുദ്ധിമുട്ടിൽ അപ്പുറത്തേക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് വകവയ്ക്കാൻ സാധ്യതയുള്ള രോഗമായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ഇത് കണ്ടുവരുമ്പോൾ ഏറ്റവും സാധാരണമായിട്ട് ആദ്യം കാണുന്ന ലക്ഷണം വരണ്ടുണങ്ങുന്ന ചർമ്മം എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് കണ്ടാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ലക്ഷണങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മിക്കവാറും ചൊറിച്ചിലോട് കൂടിയിട്ടായിരിക്കും. പ്രത്യേകിച്ച് മുഖത്ത്, അതുപോലെ തന്നെ കഴുത്തിൽ, കൈകാലുകളുടെ മടക്കുകളിൽ, അതുപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗങ്ങളിൽ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ ഇത് ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ചിലപ്പോൾ ദേഹമാസകലം അത് പടർന്ന് വ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ വരണ്ടുണങ്ങുന്ന ചർമ്മവും ചെറിയ തടിപ്പും തിണർപ്പും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് കാലാന്തരത്തിൽ വളരെ കാലം ഇത് നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചൊറിയുന്നത് കൊണ്ടുമൊക്കെ ഈ ഒരു ഭാഗം കറുത്ത് തടിച്ച് ഒരു ചർമ്മം പോലെ, അതായത് ലെതർ പോലെയെല്ലാം
വീർത്ത് ഇരിക്കുകയും വളരെ കട്ടിയോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും അത് തന്നെ വിണ്ട് കീറുകയും സ്കിന്ന് ഒരു ഭാഗം പൊട്ടി അതിൽ നിന്നും ചെറിയ സീറസ് ആയിട്ടുള്ള അതായത് ദ്രാവകങ്ങൾ പുറമേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട്. പൊതുവിൽ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള പേര് കിട്ടുന്നത് ഇത് അറ്റോപ്പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രോഗമാണ് എന്നുള്ളതാണ്. അതായത് അറ്റോപ്പി എന്ന് പറയുന്നത് അലർജിയുമായി ബന്ധപ്പെട്ട് മറ്റ് പല ലക്ഷണങ്ങളും ഈ കുട്ടികളിൽ ഇതിനോടൊപ്പം തന്നെ കാണാൻ സാധ്യതയുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലർജി, അതായത് റൈനൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് തുടർച്ചയായി തുമ്മലും കഫക്കെട്ടും അതുപോലെ തന്നെ മൂക്കടപ്പും പോലുള്ള അലർജിയുമായി ബന്ധപ്പെട്ട ശ്വാസതടസ്സം വരിക, ആസ്തമ വരിക, ഇത്തരത്തിലുള്ള രോഗങ്ങളോടൊപ്പം തന്നെ ഈ സ്കിൻ കണ്ടീഷനും വരുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും പാരമ്പര്യമായി തന്നെ പകർന്നു കിട്ടാവുന്ന ഒരു രോഗമായിട്ടും ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഈ അറ്റോപ്പി എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അലർജിയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അത് സ്കിന്നിലേക്കും ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. എക്സിമ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവരിലോ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇവരുടെ അലർജിയുമായി ബന്ധപ്പെട്ട ലാബിൽ ടെസ്റ്റ് ചെയ്യാവുന്ന ഘടകങ്ങൾ രക്തത്തിൽ കൂടുതലായിട്ട് കണ്ടുവരിക എന്നത്. അതായത് IgE പോലുള്ള ഘടകങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇവരിൽ എക്സിമ തന്നെയാണോ ഇത് എന്നത് കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇതിനോടൊപ്പം തന്നെ മുഖമാകെ വിളറിയിരിക്കുക, അതുപോലെ തന്നെ കണ്ണിനടിയിൽ ചെറിയ തടിപ്പ് കാണുക, ഇടയ്ക്കിടയ്ക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻ വന്ന് വിണ്ട് പൊട്ടുക, അത് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ രോഗികളിൽ സാധാരണ കണ്ടുവരാറുണ്ട്. എക്സിമയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുന്നത് അതിൻ്റെ ചികിത്സാ സാധ്യതകൾ എന്താണ് എന്ന് നമ്മളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ സഹായിക്കും. എക്സിമ ഒരു ഇമ്മ്യൂൺ ഓവർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള രോഗപ്രതിരോധ ശേഷി നമ്മളെ തന്നെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. പലതരത്തിലുള്ള രോഗങ്ങൾ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ടെങ്കിലും എക്സിമ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമല്ല, നേരെ മറിച്ച് ഇമ്മ്യൂൺ ഓവർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ അടിയിൽ പെടുത്താവുന്ന ഒരു രോഗമാണ്. അതായത് സാധാരണയായി പുറമേ നിന്നുള്ള ആക്രമകാരികൾ എന്ന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കണ്ടുപിടിക്കുന്ന ഘടകങ്ങളോട് എങ്ങനെയാണോ ദേഹം പ്രതികരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഒട്ടും തന്നെ ആക്രമകാരികളല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും വരുത്താത്ത പല ഘടകങ്ങളോടും ദേഹം പ്രതികരിക്കുന്നത് വളരെ വളരെ ഹാർഷായിട്ടായിരിക്കും. അതായത് വളരെ ശക്തിയായി പ്രതികരിക്കുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന എന്തോ ഒരു വ്യതിയാനം കൊണ്ട് പുറമേ നിന്ന് വരുന്ന വസ്തുക്കളോട്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ, അതല്ലെങ്കിൽ ഫീവർ എന്നെല്ലാം പറയുന്ന പോലെ, അല്ലെങ്കിൽ പോളൻ, ഈ ചെടികളുടെ പൂവുകളിൽ നിന്നും വരുന്ന ചെറിയ അലർജൻസ്, അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, ഇത്തരത്തിലുള്ള വസ്തുക്കളോട് സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുണ്ടെങ്കിലും ഈ അറ്റോപ്പി നിലനിൽക്കുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ മുതിർന്നവരിലോ ഇത് വളരെയധികം മാരകമായ അല്ലെങ്കിൽ വളരെ കാഠിന്യമേറിയ ലക്ഷണങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന ഘടകത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഓവർ റിയാക്ഷനാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഇതിൻ്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു ഘടകം. പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന മറ്റൊന്ന് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ചുറ്റുപാടുമായി നമ്മളെ സംവദിക്കുന്ന വസ്തുക്കളോടുള്ള നമ്മളുടെ പ്രതികരണം. അപ്പോൾ ഇത്തരം വസ്തുക്കളോട് നമ്മൾ പരമാവധി ദൂരം പാലിക്കുക എന്നതാണ് ആധുനിക വൈദ്യം ഇതിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉപായം. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണെങ്കിലും അത് പൂർണ്ണമായ ഒരു ചികിത്സയായി മാറുന്നില്ല. അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ രാവിലെ വന്ന് ആദ്യം കാണുന്ന ഒരു കസ്റ്റമറോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന നിങ്ങളുടെ ഒരു ബോസ് ഉണ്ടാകും, ബോസിനോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നു. ഈ കാണുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ കാണുന്ന എല്ലാവരോടും നിങ്ങൾ ദേഷ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഈ വരുന്നവരുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്നവരെ മാറ്റി നിർത്തി നമുക്ക് പല കാലങ്ങളോളം ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഇതേപോലെ തന്നെയാണ് കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളോടും നമ്മൾ കൂടുതലായിട്ട് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അത് ആ വസ്തുക്കളുടെ ഇഷ്യൂ അല്ല, നേരെ മറിച്ച് അത് നമ്മളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന എന്തോ ഒരു
വ്യതിയാനം കൊണ്ടാണ് എന്നത് തിരിച്ചറിയുകയും അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതികളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോ നമ്മളിൽ തന്നെ വരുത്തുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ ചികിത്സയുടെ പ്രധാന ഘടകം. മറ്റൊരു വസ്തുത, ഇതൊരു ജനറ്റിക് ഫാക്ടർ ഉണ്ട് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ വരുന്ന ജീനുകൾ ഇതിന് ഒരു കാരണമായിട്ട് നമ്മുടെ ഈ രോഗിയുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ രീതിയിൽ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു ഘടകത്തിന്. പക്ഷേ ഇത്തരം ജീനുകൾ നിലനിൽക്കുന്ന എല്ലാവരിലും ഈ ഒരു രോഗം കാണപ്പെടുന്നില്ല എന്നത് ഒരു ആശ്വാസകരമായിട്ടുള്ള വസ്തുതയാണ്. അത് നമ്മളെ ബോധിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജീൻ ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ മറ്റ് പല ഘടകങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഒരു അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ജനറ്റിക്കൽ രോഗമായിട്ടോ മാറാതെ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയും എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇതിന് നമ്മളുടെ മൂഡ് സ്വിങ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ മാനസിക അവസ്ഥയുമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ട് എന്നതാണ്. അടുത്ത കാലങ്ങളിലാണ് ആധുനിക വൈദ്യം ഈ മെൻ്റൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ മാനസികമായ അവസ്ഥയെ രോഗങ്ങളോട് കണക്ട് ചെയ്ത്, ശാരീരികമായ രോഗങ്ങളോട് കണക്ട് ചെയ്ത് ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ അടുത്ത കാലത്താണ്. പക്ഷേ ആയുർവേദം ഇത് വളരെ കാലം മുന്നേ തന്നെ പറയുകയും അത് ചികിത്സയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എക്സിമയെ ബാധിക്കുന്ന, അതിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം ദഹന വ്യവസ്ഥയാണ്. ദഹന വ്യവസ്ഥയും ത്വക്കും തമ്മിൽ വളരെ അഭേദ്യമായ, വളരെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ബന്ധം ആയുർവേദം പണ്ട് തൊട്ടേ പറയുന്നുണ്ട്. പുതിയ കാലത്തെ പഠനങ്ങൾ അതിനെ ശരിവെക്കുന്ന രീതിയിൽ പുതിയ ശാസ്ത്രലോകം അതിനെ അംഗീകരിച്ച് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതായത് ആയുർവേദം ഇതിനെ കാണുന്നത് ഈ തൊലി എന്നത്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ദഹന വ്യവസ്ഥയുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ കുടലിലോ ഒക്കെ ഉള്ള ഔട്ടർ ലൈനിങ്, അതിൻ്റെ ഏറ്റവും പുറമേ നിൽക്കുന്ന ഒരു പാളി, ഈ പാളിയും ത്വക്കും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഉള്ളിലെ തൊലിയും പുറമേ തൊലിയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ചുണ്ട് എന്നുള്ള ഒരു അവയവവും അതുപോലെ തന്നെ നമ്മുടെ ഗുദം, ആനസ് എന്നുള്ള ഒരു അവയവമാണ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇത് രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് ശരീരത്തെ ഒരു ബാഗിനുള്ളിൽ നിർത്തിയിരിക്കുന്ന കുറേ ഘടകങ്ങളാണ് ശരീരം എന്നാണ്. അതായത് പുറമേയുള്ള ത്വക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലേക്ക് പോവുകയും ഉള്ളിൽ ആമാശയത്തിൻ്റെയോ കുടലിൻ്റെയോ ഒക്കെ പുറമേയുള്ള ആവരണമായിട്ട് അത് മാറുകയും തിരിച്ച് അത് സ്കിന്നായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിന് ഉള്ളിലാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ശരീരം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു വ്യതിയാനം, അതിൻ്റെ ഘടനയിലുള്ള വ്യതിയാനം, അതിൻ്റെ ഫങ്ഷണലി അതിൻ്റെ ഒരു ഡിഫറൻസ്, അത് മറ്റുള്ള ഭാഗത്തെയും സാധാരണയായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പുറമേ നമ്മൾ കാണപ്പെടുന്ന ത്വക്കിനും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ അന്തർഭാഗത്തുള്ള ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ത്വക്കിനും അതിൻ്റെ ഫങ്ഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ ശരീരത്തിന് ആവശ്യമായതും ശരീരത്തിന് ഉപയോഗിക്കാവുന്നതുമായ ഘടകങ്ങളെ പുറമേ നിന്നും ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുകയും അവയെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുകയും മറ്റുള്ള വസ്തുക്കളെ, ശരീരത്തിന് ഉപയോഗമല്ലാത്ത, ശരീരത്തിന് ഹാംഫുള്ളായി മാറിയേക്കാവുന്ന, അപകടകരമായേക്കാവുന്ന സംഗതികളെ ഉള്ളിലേക്ക് കടത്തിവിടാതെ അവയെ പുറന്തള്ളുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ. മറ്റൊന്ന്, ശരീരത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർന്ന് വേസ്റ്റായി നിൽക്കുന്ന വസ്തുക്കളെ പുറമേക്ക് കളയുക എന്നതാണ്. അപ്പോൾ ഇത് വിയർപ്പിൻ്റെ രൂപത്തിൽ പുറമേ നമ്മൾ കാണുന്ന ത്വക്കിലൂടെയും അതുപോലെ തന്നെ മലദ്വാരത്തിലേക്ക് കടത്തിവിടുന്ന, ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന വസ്തുക്കളെ തിരിച്ച് മലദ്വാരത്തിലേക്ക് കടത്തിവിടുന്ന ഭാഗമായി ശരീരത്തിൻ്റെ അന്തർഭാഗത്ത് കാണുന്ന ത്വക്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും കർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഗട്ട് മൈക്രോബയോം അല്ലെങ്കിൽ ബയോറ്റ എന്നൊക്കെ പറയുന്ന, ശരീരത്തിന് ത്വക്കിന് പുറമേയും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള സ്ഥലങ്ങളിലും ഏതാണ്ട് 300-500 തരത്തിൽ ഉള്ള പലതരത്തിലുള്ള ബാക്ടീരിയകളോ വൈറസുകളോ അതുപോലെ തന്നെ ഫംഗൽ ഗ്രോത്തുകളോ എല്ലാം ശരീരത്തിന് ഉപയോഗകരമാവുന്ന രീതിയിൽ ശരീരത്തെ സഹായിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. ഈ കൂട്ടത്തിൻ്റെ നിലനിൽപ്പാണ് സാധാരണയായിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പുതിയ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗട്ട് മൈക്രോബയോത്തിൽ സംഭവിക്കുന്ന എന്ത് തരത്തിലുള്ള വ്യതിയാനങ്ങളും തിരിച്ച് അത് സ്കിന്നിലുള്ള ഈ മൈക്രോബയോത്തിൻ്റെ ഘടനയെയും ബാധിക്കുകയും തിരിച്ച് പരസ്പര പൂരകങ്ങളായി ഇത് ബാധിക്കുകയും ഇത് ഒരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒരു വസ്തുത. ഇതിനെ സഹായിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത്
പ്രധാനമായും ഡയറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഹാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്ഷൻ എന്നതും തീർച്ചയായും എക്സിമയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. ശരീരത്തിനകത്ത് നിൽക്കുന്ന ഈ ആവരണമാണ് എന്താണ് ശരീരത്തിനുള്ളിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. പലപ്പോഴും ശരീരത്തിന് ആവശ്യമില്ലാത്ത, ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കാത്ത പല ഘടകങ്ങളെയും പല കാരണങ്ങളെ കൊണ്ട് ഈ ആവരണം ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ഓട്ടോഇമ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുകയാണ്. അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തന്നെ ഈ ഒരു വസ്തുവിനെ കണ്ടെത്തുകയും അത് ശരീരത്തിന് അപകടകരമാണ് എന്ന് മനസ്സിലാക്കുകയും അവിടെ ഒരു ലക്ഷണം പുറപ്പെടുവിക്കുകയും അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈ രോഗപ്രതിരോധ ശേഷി ചെയ്യുന്നു. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷേ ഇത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ആവരണത്തിന്, ശരീരത്തിൻ്റെ അകത്തുള്ള ഈ ആവരണത്തിന് അതിൻ്റെ ഒരു സ്വാഭാവിക ശേഷി നഷ്ടപ്പെടുകയും അത് പിന്നീട് രോഗം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ശരീരത്തിന് അപകടകരമായ എല്ലാ വസ്തുക്കളെയും, പല വസ്തുക്കളെയും ഉള്ളിലേക്ക് വിടുക എന്നത് അതിൻ്റെ ഒരു ശീലമാക്കി മാറ്റുകയും പിന്നീട് ഈ രോഗപ്രതിരോധ ശേഷി ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതായത് എന്തിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷം കാണുന്ന എന്തിനോടും പ്രതികരിക്കുക എന്നൊരു സ്വഭാവം ഈ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു സ്വഭാവമായി തന്നെ മാറുകയും അത് ശരീരത്തിനകത്ത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ചെറിയ നീർക്കെട്ടുകൾ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ശരീരത്തിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള രോഗങ്ങൾ വന്ന് പെടാവുന്നതാണ്. എക്സിമയുടെ ചികിത്സ അവയുടെ ഓരോ കാരണത്തെയും കണ്ടെത്തി അവയ്ക്ക് അനുയോജ്യമായ ചികിത്സ കൊടുക്കുക എന്നതാണ്. പ്രധാനമായും നമ്മൾ കണ്ട പോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു വ്യതിയാനമാണ് ഇതിന് കാരണമായിട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. രോഗപ്രതിരോധ ശേഷിയെ സാന്ത്വനിപ്പിച്ച് അവയെ സ്മൂത്താക്കി നിർത്താവുന്ന മരുന്നുകൾ പലതും തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്തരം മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സയായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മുന്നേ പറഞ്ഞ മാനസികമായ ഘടകങ്ങളെ അവ ഒരു രോഗകാരണമായി മാറാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഒരു രോഗിയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട വസ്തുവാണ്. ഇതിന് മരുന്നുകൾ അധികം ഇതിനെ സഹായിക്കില്ല. യോഗ പോലെയുള്ള മറ്റ് മാനസികമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താവുന്ന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ചുറ്റുപാടുകളുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മൾ സ്വയമേ ശ്രമിക്കുക, മറ്റുള്ള മാനസികമായ പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നമ്മൾ സ്വയം മനസ്സിലാക്കി അത്തരത്തിലുള്ള വൈദ്യസഹായം വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ അത് തേടി യോഗ പോലുള്ള സഹായങ്ങളെ ഉൾപ്പെടുത്തി ഒരു മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ്. മൂന്നാമതായി ആഹാരമാണ്. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആഹാരം എന്നത് എക്സീമയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇത് ശരിയായ രീതിയിൽ ആരോഗ്യകരമായ ഒരു ആഹാര രീതി പിന്തുടരുക എന്നത് എക്സീമയുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ലക്ഷണങ്ങളെ സാന്ത്വനിപ്പിച്ച് അവയെ വർദ്ധിപ്പിക്കാതെ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ചികിത്സയെ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നു. മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഇഫക്റ്റ് പരമാവധി ശരീരത്തിലേക്ക് എത്തിക്കാനും ഇത് ഒരു വൈദ്യനെയും അതുപോലെ തന്നെ ഒരു രോഗിയെയും സഹായിക്കുന്നുണ്ട്. തുടർച്ചയായ പഞ്ചസാരയുടെ ഉപയോഗം ഒരു പ്രധാന ഘടകമായി ഇതിന് പറയപ്പെടുന്നുണ്ട്. പഞ്ചസാര ഡയറക്റ്റ്ലി പഞ്ചസാരയായോ അതല്ലെങ്കിൽ മറ്റ് ആഹാര പദാർത്ഥങ്ങളിൽ നമ്മൾ അറിയാതെ എടുക്കുന്ന പഞ്ചസാരയുടെ അളവോ കഴിയും വിധം മനസ്സിലാക്കി അവയെ പരമാവധി പരിമിതപ്പെടുത്തുക എന്നത് ഇതിനൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. രണ്ടാമതായി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ പുളിപ്പോട് കൂടിയ, അസിഡിറ്റി കൂടിയ ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഈ ഗട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള ഘടകങ്ങളെ മാറ്റിമറിക്കുവാനും അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ദഹന വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത, ശരീരത്തിന് ആവശ്യമില്ലാത്ത മറ്റ് പല ഘടകങ്ങളെയും കടത്തിവിടുവാനും അത് സഹായിക്കുന്നുണ്ട്. രാത്രിയുടെ അവസാന ഘട്ടത്തിലുള്ള ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന രീതി, അതായത് വളരെ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഡിന്നർ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ വളരെ കാലത്തോളം നീണ്ടു നിൽക്കുന്ന, സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടിനെ ശരീരത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. പാലുൽപ്പന്നങ്ങൾ എന്നിവ എക്സീമയെ വളരെയധികം ബാധിക്കുന്ന ഘടകങ്ങളാണ്. അത് രോഗത്തെ ചികിത്സിക്കുന്ന സന്ദർഭങ്ങളിൽ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തേണ്ടത് തന്നെയാണ്. എത്ര കണ്ട് പാലുൽപ്പന്നങ്ങളോടും മുട്ടയോടും നമ്മൾ അകന്നു നിൽക്കുന്നു, അതിനനുസരിച്ച് ഇത് ചികിത്സിക്കാൻ എളുപ്പമുള്ളതും രോഗലക്ഷണങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കാൻ രോഗിയെ സഹായിക്കുന്നതും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതുപോലെ തന്നെ രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പരമാവധി നേരത്തെയാക്കുക എന്നത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് ഇത് ചികിത്സയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്.
രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ അത് ഇല്ലാതാക്കുന്ന ഒരു ഘടകമാണ്. രാത്രിയുടെ അവസാന ഘട്ടങ്ങളിൽ കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ശേഷം നമ്മൾ എത്ര വൈകി കഴിക്കുന്നു അതിനനുസരിച്ച് ഇത് ശരീരത്തിനുള്ളിലേക്ക് ആവശ്യമല്ലാത്ത, ശരീരത്തിന് ഉപയോഗപ്രദമല്ലാത്ത, രോഗത്തെ വർദ്ധിപ്പിക്കുന്ന പല ഘടകങ്ങളെയും ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുകയും അതുവഴി എക്സിമയുടെ പല ലക്ഷണങ്ങളെയും അത് പുറമേക്ക് പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ചികിത്സയെ വളരെ നെഗറ്റീവായിട്ട് അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു ജീവിതചര്യയായി തന്നെ പരമാവധി നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നത് ഒരു ശീലമാക്കി മാറ്റേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ശരീരത്തെ അല്ലെങ്കിൽ ത്വക്കിനെ വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ട ഒരു ഹൈഡ്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഈർപ്പം നൽകുക എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇതിനായിട്ട് പലതരത്തിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളോ അതല്ലെങ്കിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പോലുള്ള പദാർത്ഥങ്ങളോ എല്ലാം ഉപയോഗിക്കുന്നതാണ്. പ്രധാനമായും കുളിച്ചതിന് ശേഷം, ശരീരത്തിൽ വെള്ളം നനച്ച് കുളിച്ചതിന് ശേഷം അതിൻ്റെ ഈർപ്പം പൂർണ്ണമായി മാറുന്നതിന് മുന്നേ, തുടച്ചെടുത്തതിന് ശേഷം ഈർപ്പം പൂർണ്ണമായി മാറുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ, വെളിച്ചെണ്ണയാകാം, അതല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമുകൾ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യൻ നിർദ്ദേശിച്ച എക്സിമയുമായി ബന്ധപ്പെട്ട മരുന്നുകളാവാം, ഇത്തരത്തിൽ ശരീരത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്ന ഘടകങ്ങളെ പുറമേ പുരട്ടുക. ശരീരത്തിൻ്റെ ത്വക്കും അതുപോലെ തന്നെ മറ്റ് അന്തരീക്ഷവുമായിട്ടുള്ള കോണ്ടാക്ട് പരമാവധി മിനിമൈസ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം പരമാവധി കോട്ടൺ വസ്ത്രങ്ങളായി, സിന്തറ്റിക് ആയിട്ടുള്ള വസ്ത്രങ്ങളല്ലാതെ അയഞ്ഞു കിടക്കുന്ന വസ്ത്രങ്ങളാക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടർച്ചയായി വിയർപ്പ് ശരീരത്തിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക. അതുപോലെ തന്നെ കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ ഏൽക്കാതെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കുളിക്കുന്ന സമയങ്ങളിൽ പരമാവധി ചെറിയ മിതമായ രീതിയിലുള്ള ഒരു ഉഷ്ണജലം കൊണ്ട് അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കൊണ്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കഠിനമായ ചൂടാകാതെ തണുപ്പ് വിട്ട ഒരു പ്രായത്തിലുള്ള വെള്ളം കൊണ്ട് കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നമ്മൾ ചെറുതായി ചെയ്യുന്ന ചില ഘടകങ്ങൾ രോഗിയുടെ ഒരു ആകെ മൊത്തത്തിലുള്ള ഒരു കംഫർട്ടിനെ അത് കൂട്ടുകയും അത് ആന്തരികമായി മാനസികമായി രോഗിക്ക് കുറച്ച് കംഫർട്ട് നൽകുകയും അത് അനന്തരമായി അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് ചികിത്സയ്ക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ്. ഈ രോഗി ശ്രദ്ധിക്കേണ്ട ഈ ഘടകങ്ങൾ ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നിലനിൽക്കുകയും ഏതാണ്ട് ഒരു 60% ചികിത്സ രോഗി സ്വയമേ നിശ്ചയിച്ച് ചെയ്യേണ്ട ഇത്തരം ഘടകങ്ങളിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഒരു 40% മാത്രമേ നിങ്ങൾ സമീപിക്കുന്ന ഏതൊരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു ആയുർവേദ എക്സ്പേർട്ടിനോ നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായി ഒരു ആയുർവേദ ഡോക്ടറെ തന്നെ സമീപിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉള്ളിലേക്കുള്ള മരുന്നുകളോ അല്ലെങ്കിൽ പുറമേക്കുള്ള ലേപനങ്ങളോ എണ്ണകളോ ഇതിനെ ഒരു പരിധിവരെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് പരമാവധി മരുന്നുകൾ കുറച്ച് നമുക്ക് ആവശ്യമായ ഉപയോഗം നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, രോഗിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ ചിട്ടയായ ഒരു ജീവിതശൈലി വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു രോഗത്തിൻ്റെ എക്സിമയുടെ കാരണം മനസ്സിലാക്കുക എന്നത് ഡോക്ടറേക്കാൾ ഉപരി ഒരു രോഗിക്ക് എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നത്. രോഗിയുടെ പൂർണ്ണമായ സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങൾ ഒരു ആയുർവേദ ചികിത്സ തേടുന്നത് എന്നുണ്ടെങ്കിൽ പരിമിതമായ ചില മരുന്നുകളെ കൊണ്ട്, പുറമേക്കും അകത്തേക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ചെറിയ രീതിയിലുള്ള മരുന്നുകളെ കൊണ്ട് തന്നെ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും പരമാവധി മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നു. ആയുർവേദ ചികിത്സ ഒരു പരിധിവരെ തന്നെ ഇത്തരം രോഗങ്ങളെ പൂർണ്ണമായി അകറ്റി നിർത്താൻ ഒരു രോഗിയെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നുണ്ട്.